ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ ഇമേജ് എഡിറ്റിങ്ങിൻ്റെ ഇത് ഒന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പ് ആദ്യം ഞാൻ ഉപയോഗിക്കുന്ന രണ്ട് ആപ്പ്, ഒന്ന് പെക്സൽസും ഒന്ന് സ്നാപ്സീഡും. അതാണ് നമ്മൾ ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത്. പെക്സൽസ് ആണ് ഞാൻ ഇമേജസ് ഡൗൺലോഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ. പെക്സൽസിൽ ഒത്തിരി റോയൽറ്റി ഫ്രീ ഇമേജസ് ഉണ്ട്. റോയൽറ്റി ഫ്രീ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. കൊമേഴ്ഷ്യൽ പർപ്പസിനും അല്ലാതെ പേഴ്സണൽ യൂസിനും ഒക്കെ അത് നമുക്ക് യൂസ് ചെയ്യാം. ആരും നമ്മളെ ചലഞ്ച് ചെയ്യില്ല. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഈ ഇമേജസ് യൂസ് ചെയ്തിട്ട് പോസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഹൈഡായി പോകത്തില്ല. അപ്പോൾ പെക്സൽസ് അങ്ങനെ ഒരു സർവീസാണ്, റോയൽറ്റി ഫ്രീ ഇമേജ് കിട്ടും. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അവർ റിസൾട്ട് തരും. ഇപ്പോൾ ഞാൻ തൽക്കാലം പ്രയർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കുന്നു. അപ്പോൾ നമുക്ക് കുറേ ഇമേജസ് വന്നു. ഇതിൽ നമുക്ക് സ്യൂട്ടബിളായ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. വേറൊരു കാര്യം, പെക്സൽസിൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ഇമേജ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഇത് തോന്നുന്നു ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറയണം. അപ്പോൾ തൽക്കാലം ഇന്നത്തെ യൂസിന് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. ഇത് പല റെസൊല്യൂഷനുണ്ട്. നമുക്ക് ഏത് വേണമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ ഒറിജിനൽ റെസൊല്യൂഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പോൾ അത് ഡൗൺലോഡായി. ഇനി ഈ ഫോട്ടോ ഷെയർ ചെയ്ത ആൾക്കൊരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ നമുക്കതൊരു ലൈക്ക് കൂടെ കൊടുത്തിട്ട് തിരിച്ച്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇമേജ് ഒരെണ്ണം കിട്ടി. ഇനി നമ്മൾ സ്നാപ്സീഡിൽ പോകുന്നു. ഇവിടെ ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത ഇമേജ് അത് മുകളിൽ കിടപ്പുണ്ട്, അത് എടുത്തു. അപ്പം അത് പോർട്രേറ്റ് കൊടുക്കാം. ഓക്കെ കൊടുത്തു. ഇനിയാണ് നമ്മൾ ടൂൾസ് ക്ലിക്ക് ചെയ്യുന്നു. ടൂൾസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്, താഴെയിട്ടും ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻ വരും. നിങ്ങൾ താഴെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഞാൻ ഇത് ഡബിൾ ടാപ്പ് ചെയ്ത് അവിടെ ഞാൻ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ച ആ ദൈവവചനം ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ അടിച്ചു. അപ്പോൾ ഇങ്ങനെ വന്നല്ലോ. അപ്പോൾ ഇവിടെ നമുക്കിനി ടെക്സ്റ്റിൻ്റെ സ്റ്റൈല് നമുക്ക് ചൂസ് ചെയ്യാം. അത് ഈ ടിക്ക് മാർക്കിന് തൊട്ടടുത്തുള്ള ഐക്കണാണ്. അവിടെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സ്റ്റൈൽസ് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ സ്റ്റൈൽ മാറ്റാം. നമുക്ക് നോക്കാം എനിക്കിഷ്ടപ്പെട്ട ഒരു സ്റ്റൈൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് അതൊരു സ്യൂട്ടബിൾ സ്റ്റൈൽ കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പം പ്രാർത്ഥന കേൾക്കണം, പ്രാർത്ഥനയും നിരസിക്കരുത് എന്നുള്ളത് ഒരു വൈറ്റിലും എൻ്റെ എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്തും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഓക്കെയാണ്. അത് എംഫസൈസ് ചെയ്യുന്ന എൻ്റെ പ്രാർത്ഥന, എൻ്റെ യാചന എന്നുള്ളതൊക്കെയാണ്. ദൈവം എന്ന വാക്കിന് അത്ര എംഫസൈസ് ഇതിനകത്ത് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് ഓക്കെ. നമുക്ക് പിന്നെ ഒരു 2 വിരൽ വെച്ചിട്ട് ഇത് പതുക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരല്പം വലുതാക്കി അത് നമുക്ക് ഒരു സൈഡിലേക്ക്, അല്ലെങ്കിൽ കുരിശ് കാണത്തക്ക രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണോ എന്നൊരു ഒരുപാട് മുകളിലാക്കി കഴിഞ്ഞാലും ചിലപ്പം ഓക്കെ, സൈഡിലാക്കിയാലും ചിലപ്പോൾ കട്ടായി പോകും. അപ്പോൾ അതുകൂടെ നമ്മളൊന്ന് നോക്കണം. ശരി, അപ്പോൾ അതായി. അല്പം താഴോട്ട് വയ്ക്കാം. ശരി, കുരിശാണെന്നൊരു ഫീല് കിട്ടും. ഇനി നമ്മൾ വീണ്ടും ടൂൾസിൽ വരുന്നു.
ഡബിൾ എക്സ്പോഷർ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ ക്രോസിൻ്റെ അടുത്തുള്ള ലെഫ്റ്റിൽ നിന്ന് രണ്ടാമത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഞാൻ മറ്റേ നമ്മുടെ ലോഗോ കിടക്കുന്ന ലൊക്കേഷനിൽ പോയിട്ട് ലോഗോ ചൂസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ലോഗോ ഇവിടെ വന്നു. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ കണക്ക് 2 വിരൽ കൊണ്ട് തന്നെ ഇതൊന്ന് റീസൈസ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ അതിന് നമുക്ക് ഈ സൈഡ് ഒന്ന് നോക്കിയാൽ കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കാം. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഫസ്റ്റ് ഒരാൾ വന്ന് നോക്കുമ്പോൾ ദൈവവചനത്തിനായിരിക്കും നമ്മൾ അവരുടെ നോട്ടം പോകേണ്ടത്. അത് കഴിഞ്ഞവർ കാസയുടെ ലോഗോയ്ക്കൊരു രണ്ടാമത്തെ പ്രയോറിറ്റിയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് കഴിയുന്നത്ര ചെറുതാക്കി ഒരു സൈഡിൽ വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്കിയല്ലോ. ഇനി നമുക്ക് അതും ഓക്കെ ആക്കി. വേണമെങ്കിൽ ഒരു ബോർഡർ കൊടുക്കാം. അതിനിവിടെ ഫ്രെയിംസ് ആണെന്ന് തോന്നുന്നു, നോക്കട്ടെ. ഫ്രെയിംസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ബോർഡേഴ്സ് ചൂസ് ചെയ്യാം. ഇതൊരു റൗണ്ടഡ് കോർണർ ബോർഡർ വന്നു. ഇത് കുറേ അത് വേണ്ട, നമുക്ക് നേരത്തെ ഇതല്ലെങ്കിൽ ഓക്കെ, ഇത് കുറച്ചുകൂടെ വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഒരു ബോർഡറുമായി. എന്നിട്ട് അതും ഓക്കെ ആക്കി. ഇനി നമ്മൾ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യാം. സേവ് ആവുകയാണ്. ഈ സ്നാപ്സീഡിൽ ഞാൻ കണ്ട ഒരു കൺവീനിയൻസ് എന്ന് പറയുന്ന ഇത് കണക്ക് കുറേ സ്റ്റൈല് ഡിഫോൾട്ട് ഉണ്ട്. പക്ഷേ കൺവീനിയൻസ് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റൈലൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ദൈവമേ എന്നുള്ളതൊന്ന് ബോൾഡ് ആക്കണമെങ്കിൽ എനിക്ക് അതിനുള്ള ഓപ്ഷൻ ഞാൻ കണ്ടില്ല. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് സേവായി. ഇനി ഞാൻ എൻ്റെ ഫോട്ടോസ് ഇതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവൻ കാണണം. അവിടെ അതെ, ഇവിടെയുണ്ട്. ഇതിനി നമ്മൾ പബ്ലിഷ് ചെയ്യണം. ഇന്നത്തേക്കുള്ളത് പബ്ലിഷ് ആയിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് സാധാരണ നമ്മൾ ഫേസ്ബുക്ക് ബിസിനസ് സ്യൂട്ടിലോട്ട് പോകും. ഇതാണ് ഈ ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ പേജസൊക്കെ മാനേജ് ചെയ്യാം. ഇവിടെ ഇന്ന് പോസ്റ്റായിട്ടുള്ളത് ഇവിടെ കാണാം. അത് ഓൾറെഡി 5 ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ഫേസ്ബുക്കിൽ 136 ആളുകളിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ താഴത്തെ പ്ലസ് ഐക്കൺ, ബ്ലൂ പ്ലസ് ഐക്കൺ പ്രസ് ചെയ്യുക, പോസ്റ്റ് പ്രസ് ചെയ്യുക, ഫോട്ടോ വീഡിയോ. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നു, ദൈവമേ എൻ്റെ പ്രാർത്ഥനകൾക്ക് എൻ്റെ യാതനകൾ നിരസിക്കരുത്. ശരി, ഡൺ അടിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പബ്ലിഷ് നൗ ഉണ്ട്, ഷെഡ്യൂൾഡ് ഉണ്ട്, സേവ് ആസ് ഡ്രാഫ്റ്റ് ഉണ്ട്. നമ്മൾ തൽക്കാലം നാളത്തേക്ക് ഇത് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാം. അപ്പോൾ 28 രാവിലെ 5 മണി. ഓക്കെ, ഷെഡ്യൂൾ. ഇപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഷെഡ്യൂൾഡിൽ, ഫേസ്ബുക്കിൽ അത് ഷെഡ്യൂളായി. ഇൻസ്റ്റാഗ്രാമിൽ ഒരല്പസമയം കൂടെ എടുക്കുമായിരിക്കും. ഇവിടെ നോക്കാം, വന്നു. അപ്പോൾ രണ്ടിടത്ത് ഷെഡ്യൂളായി, പോസ്റ്റ് ഷെഡ്യൂളായി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റോറി കൂടെ, പോസ്റ്റല്ല സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. സ്റ്റോറീസ് ഇന്ന് പബ്ലിഷ് ചെയ്തതും ഇവിടെ ഉണ്ട്, ആക്റ്റീവ്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് കൊടുക്കുന്നു. നമ്മൾ ആ ഫോട്ടോ ചൂസ് ചെയ്തു, ഷെയർ ഓൺ ബട്ടൺ പ്രസ് ചെയ്തു. അവിടെയും ഈ പബ്ലിഷ് നൗ എന്ന ഇത് ഐക്കൺ, ഷെയർ ക്ലിക്ക് ചെയ്താൽ അതിപ്പോൾ തന്നെ പബ്ലിഷ് നൗ ആവും. അപ്പോൾ നമ്മൾ ഈ പബ്ലിഷ് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഒരു ഷെഡ്യൂൾ ലേറ്റർ കൊടുക്കുക, നാളത്തെ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് രാവിലെ ഒരു 5 മണിക്ക്. ഓക്കെ, അതും ഷെഡ്യൂൾ ചെയ്ത്. അപ്പോൾ ഇത് നമുക്ക് ചൂസ് ചെയ്യാം, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും. ഇപ്പം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിടത്തും രാവിലെ 5 മണിക്ക് അത് പബ്ലിഷ് ആവും. അപ്പോൾ ഇത് ഓൾറെഡി, ഇനി
ഇവിടെ വന്നിട്ട് ഷെഡ്യൂൾഡ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതേ വന്നു, നാളത്തേക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഷെഡ്യൂളായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇമേജ് എഡിറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാം. ഞാൻ സാധാരണ ചെയ്യുന്നത് ഒരു 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസത്തേക്കുള്ള ഒരുമിച്ച് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് പിന്നെ നാളത്തേക്ക് അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ധൃതി പിടിക്കേണ്ട. പിന്നെ സാവകാശം ഓരോ ദിവസത്തേക്കുള്ള ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളൊന്ന് ഡിലേ വരുന്നു, അത് ആണ് ഇന്ന് മേക്കപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഇമേജ് പിന്നെ എഡിറ്റ് ചെയ്യേണ്ടതും ലോഗോ ആഡ് ചെയ്യേണ്ടതും പബ്ലിഷ് ചെയ്യേണ്ടതും